ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ നമഃ പാർവതീപതയേ. ദേവ എല്ലാവർക്കും ഒരഭിപ്രായമുണ്ട്. അതെന്താ? അധ്യാത്മം. അയ്യോ അത് പെൻഷനൊക്കെ പറ്റി കുടുംബക്കാർക്ക് വേണ്ടാതെ ആകുമ്പോഴല്ലേ ഈ അധ്യാത്മം സ്വീകരിക്കുക. അതുവരെയൊക്കെ കുടുംബത്തിലല്ലേ നമ്മുടെ ശ്രദ്ധയും താല്പര്യമൊക്കെ വേണ്ടതെന്ന്. പമ്പര വിഡ്ഢിത്താണിത്. അധ്യാത്മം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തെയും ഒരു പ്ലസ് നൽകി അലങ്കരിക്കുന്നതാണ്. ഞാൻ ആശ്രമത്തിൽ നിന്ന് എഴുത്തുകളൊക്കെ ധാരാളം എഴുതാറുണ്ട്. എല്ലാ എഴുത്തിനും മറുപടി അയക്കാറുണ്ട്. അതിൽ ഞാൻ പൊതുവെ ഒരു വാചകം ചേർക്കുന്നതാണ്: സ്പിരിച്വാലിറ്റി ഈസ് ഓൾവേസ് ആഡിങ് എ പ്ലസ് ടു ഹ്യൂമൻ ലൈഫ്. ഇറ്റ് മേക്സ് എ തീഫ് എ ബെറ്റർ തീഫ്, എ ഗുഡ് മാൻ എ ബെറ്റർ മാൻ, എ ബെറ്റർ മാൻ എ ബെസ്റ്റ് മാൻ, എ ബെസ്റ്റ് മാൻ എ സൂപ്പർ ബെസ്റ്റ്, ആൻഡ് ദ സൂപ്പർ ബെസ്റ്റ് മാൻ എ ഡീലക്സ് മാൻ എഴുതും. അത് നമ്മുടെ ആശ്രമത്തിലുള്ള നമ്മുടെ കൂടെയുള്ളവരുണ്ടല്ലോ, ആ ആദ്യത്തെ വാചകം മാച്ചു കളയും. എന്താ? ഇറ്റ് മേക്സ് എ തീഫ് എ ബെറ്റർ തീഫ് എന്ന്. ഒരു കള്ളനെ കൂടുതൽ നല്ല കള്ളനാക്കും, നല്ലവനെ കൂടുതൽ നന്മയുള്ളവനാക്കും, കൂടുതൽ നന്മയുള്ളവനെ അതിലും കൂടുതൽ നന്മ ഉളവാക്കുന്നവനാകും. അങ്ങനെയാണെന്ന്. ഞാൻ എന്താ ഈ കള്ളനെ നല്ലവനാക്കുമെന്ന് പറയണേ? അതല്ലേ വാസ്തവത്തിൽ രത്നാകരൻ്റെ ജീവിതത്തിൽ വാൽമീകിയായി രൂപാന്തരപ്പെട്ടത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാട്ടുകള്ളനല്ലേ ആയിരുന്നു രത്നാകരൻ. എന്താ മിണ്ടാത്തെ? ആ കാട്ടുകള്ളന് എന്താ സംഭവിച്ചത്? നല്ല മടിക്കനുണ്ട്, 7 ആൾ കൂടി വന്നിരിക്കുന്നു, കട്ടുകളയാന്ന് പറഞ്ഞു. നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞു. മഹർഷിമാരോട് ആരും ഇങ്ങനെ ശാസിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ കൂസിയില്ല. ഒരു തല്ല അത്ഭുതം തോന്നിയാലും അങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കി. ആ ഒരൊറ്റ നോട്ടം കനിവ് നിറഞ്ഞ നോട്ടമായിരുന്നു. ആ നോട്ടത്തിൽ രത്നാകരൻ പരവശനായിപ്പോയി. ആ പാരവശ്യം പിന്നെ തീർത്തത് എങ്ങനെയാ? കുടുംബക്കാരോട് പോയി ചോദിച്ചു. താൻ ചെയ്യുന്ന പ്രവൃത്തി പാപമാണെന്ന് മനസ്സിലായി. നിങ്ങളതിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. കെട്ടിയവരെ പുലർത്തേണ്ട ചുമതല കെട്ടിയവർക്കുള്ളതാണ്. അതിൽ ഞങ്ങളൊന്നും പങ്കെടുക്കില്ല. അങ്ങ് തന്നതാണ് കുട്ടികളെ, അങ്ങാണ് പരിപാലിക്കേണ്ടത്. അങ്ങ് എങ്ങനെ ചെയ്ത് പരിപാലിക്കണമെന്ന് ഞാൻ അന്വേഷിക്കാൻ പോണില്ല. അതിൽ പാപമുണ്ടെങ്കിൽ ഞങ്ങളൊട്ട് വരൂല്ല എന്ന് പറഞ്ഞു. ഇനി ഇതിലേറെ എന്തു വേണം? ഓടി വന്ന് കാക്കൽ വീണ്, നിങ്ങളല്ലാതെ ഒരാശ്രയവുമില്ല, എനിക്ക് പറഞ്ഞു തരൂ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഒരു രാമരാമ എന്ന് 2 അക്ഷരം പറയാൻ തുടങ്ങിയത്. അവിടുന്ന് വന്ന മാറ്റമാണ്. ആ രാമനെപ്പറ്റി തന്നെയാണ് ദശരഥപുത്രൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാമനെ പറ്റിയാണ് പിന്നെ രാമായണം എഴുതിയത്. ഇന്നും വാൽമീകി അദ്ദേഹത്തിൻ്റെ കാവ്യസൃഷ്ടി വിശേഷം അതുമൂലം നമ്മളുടെ മനസ്സിനെ, എല്ലാവരുടെയും മനസ്സിൽ ഉള്ളിൽ ബലാൽ കിടന്ന് നുഴഞ്ഞു കയറി അതിലുള്ള ദുഃഖദുരിതങ്ങളെയും കൽമഷങ്ങളെയും എല്ലാം നീക്കിക്കൊണ്ടിരിക്കുക. അതുവരെ അന്ന് കാട്ടിൽ കട്ടത് ദ്രവ്യമായിരുന്നു. അന്ന് മുതൽക്ക് കക്കാൻ തുടങ്ങിയത് എന്താ? നമ്മുടെ മനസ്സിലുള്ള തിന്മയാണ്. ഇതാണ് ഞാൻ പറയണേ, കള്ളനെ നല്ലവനാക്കി കൂടുതൽ നല്ല കള്ളനാക്കുന്നു. കക്കുക എന്നുള്ള വാക്കിനർത്ഥം ഒരാളുടെ കയ്യിലുള്ളത് കൊണ്ടുപോവുക, അപഹരിക്കുക എന്നാണ്. ആരെങ്കിലും ശ്രീരാമൻ എൻ്റെ മനസ്സിൽ വന്നിരിക്കും എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ നിങ്ങൾ ഈ സദസ്സിൽ? ആരെങ്കിലും ഉണ്ടോ? കൃഷ്ണനെയും നിങ്ങൾ പോയി ആരാധിക്കും, മഹാവിഷ്ണുവിനെയും. പക്ഷേ മഹാവിഷ്ണു എൻ്റെ ഹൃദയത്തിൽ വന്ന് താമസിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയ കവാടം തുറന്നു കൊടുക്കാറുണ്ടോ ആരെങ്കിലും? എനിക്ക് തോന്നുന്നില്ല. ഇനി എങ്ങാനും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ധന്യരാണെന്ന് എനിക്ക് പറയാനല്ലോ. അവനവൻ്റെ ഹൃദയം തുറന്നു കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? നിങ്ങളുടെ കഷ്ടപ്പാട് തീരും, പിശുക്കുകളൊക്കെ മാറും, ദുഷ്ടതകളൊക്കെ വിട പറയും, നന്മ എല്ലാ ദിക്കിൽ നിന്നും നുഴഞ്ഞു കയറും നിങ്ങളുടെ ഉള്ളിലേക്ക്. സ്വാർത്ഥമായി ജീവിക്കുന്ന മനുഷ്യരെ നിസ്വാർത്ഥമതികളാക്കി തീർക്കും. ഒരാൾക്ക് പകരം എല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങൾ ചിരഞ്ജീവിയായിത്തീരും. ഇതിലേറെ ഇനി എന്താ വേണ്ടേ? ഒരൊറ്റ വ്യത്യാസമാണ്.
ആ ഭഗവാനോട് നമുക്കുള്ള സമീപനമാണ്. ഈ ശ്രീമദ് ഭാഗവതം വഴി നിങ്ങൾ ഈ തത്വം മനസ്സിലാക്കിയാൽ അപ്പോൾ ഈ സഭാനികേതൻ അന്വർത്ഥമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്വർത്ഥമായി എന്നാണ് പറയാനുള്ളത്. നമ്മൾ ക്ഷേത്രത്തിൽ പോണു, പൂജാരി നമ്മളോട് മിണ്ടിയാൽ നമ്മൾ കേൾക്കൂല. നാം ഉപാസിക്കുന്നതായ ബിംബം വിഗ്രഹമുണ്ടല്ലോ, അതിന് മിണ്ടാൻ വായുവില്ല, ജീവനുമില്ല. അപ്പോൾ പിന്നെ ആരാ നല്ല കാര്യം പറഞ്ഞു തരിക? അതിനാണ് സജ്ജനങ്ങളും ശാസ്ത്രങ്ങളും. അതിലിപ്പോൾ നമ്മൾ 2-3 ദിവസമായി ചർച്ച ചെയ്തു വരുന്നത്, മോഹിച്ച് ജനിച്ച ഒരു കുട്ടി കപിലൻ ഭർത്താവ് അരുളിക്കൊടുത്തതാണ്. അമ്മ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ അച്ഛൻ പോയി അമ്മയെ വിളിച്ചതാ, എല്ലാം കൂടി ഒരു ഉപദേശം നൽകുകയാണ് മകൻ. ആ അമ്മയും മകനും കൂടി സംസാരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വാദും രുചിയും പ്രസക്തിയും മാധുര്യവും എല്ലാം മാറി. അവരിപ്പോഴും അമ്മയും മകനും തന്നെയാണ്. ചേതഖൽവസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. ചേതഖൽവസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. 2-വേ സ്വിച്ച് എന്നൊരു സ്വിച്ചുണ്ട്, സ്റ്റെയർ കേസിലൊക്കെ ഇടും. മുകളിൽ നിന്ന് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ചോട്ടിൽ നിന്ന് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതേമാതിരി ഒരു സ്വിച്ചാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിനെ ഇങ്ങോട്ട് തിരിച്ചാൽ ഒന്ന്, ഇങ്ങോട്ട് തിരിച്ചാൽ ഒന്ന്, എങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കാൻ പറ്റിയ തരത്തിലാണ് മനുഷ്യ മനസ്സിനെ രചിച്ചിരിക്കുന്നത്. ഇതാ അന്തമില്ലാത്ത ഒരു ലോകം, അതിൻ്റെ ദൃശ്യ പകപ്പ് മുഴുവനും അവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. എടോ മനുഷ്യ, താൻ തൻ്റെ കണ്ണും ചെവിയും മൂക്കുമെല്ലാം എടുത്ത് ഈ ദൃശ്യത്തിൽ കണ്ട് മനസ്സിലാക്കി അതിൽ ചാടി വീഴണമെങ്കിൽ വീണോളുക. അല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അല്ല, ഈ ദൃശ്യം മുഴുവൻ കാണുന്നതാരാപ്പാ? ദൃശ്യം നമ്മളാൽ കാണപ്പെടുന്നതാണ്, അത് കാണുന്നില്ല. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഈ ചുമരൊക്കെ നോക്കി, ഈ ചുമര എന്നെ കാണുന്നുണ്ടോ? നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ ബിംബത്തിന് തൊഴുന്നു, ആ ബിംബം നിങ്ങളെ നോക്കാറുണ്ടോ? ഒന്ന് പറയുന്നപ്പോൾ ഉറപ്പിച്ചേ. ഏതെങ്കിലും ഒരു സമയത്ത് ഇത്ര ആൾ വന്നു, ഇന്ന പ്രാർത്ഥന നടത്തി, അത് ഇത്ര പേർക്ക് സാഫല്യം കിട്ടിയില്ല എന്ന് ബിംബം പറയോ? ആ ബിംബത്തിൽ എന്തെങ്കിലും ഒരു ഇളക്കം പോലും കാണികൾക്ക് കണ്ടു എന്നുണ്ടെങ്കിൽ ഉടനെ തന്ത്രിമാർ പറയും പ്രായശ്ചിത്തം വേണമെന്നാണ് പറയുക. അത് ഇളകാനേ പാടില്ല, അത് നിശ്ചലമായിട്ട് അവിടെ ഇരിക്കാനേ പാടുള്ളൂ. അതിൻ്റെ കറുപ്പ് കൂടി വന്നോട്ടെ, എണ്ണയും പിണ്ണാക്കും ഒക്കെ ഒഴിച്ചിട്ട്. അതാണ് ബിംബം. അപ്പോൾ പിന്നെ ആരാ നിങ്ങളോട് പറയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ കാണപ്പെടുന്ന ലോകം നിങ്ങളാണതിന് നിറം കൊടുക്കുന്നത്, ചായം പിടിപ്പിക്കുന്നത്. എന്നിട്ടോ എവിടെയാണ് കാണുന്നത്? നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല. ഈ കാണലും കേൾക്കലും ഒക്കെ നടക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്ഥലത്തിലും മനോമേഖലയിലുമാണ്. ആ മനസ്സിനോട് പറയുകയാണ്, എടോ, ഈ പുറത്ത് കാണുന്ന ഈ പകിട്ട് മുഴുവനും കണ്ട് താൻ മയങ്ങി വീഴാനാ പോണേന്ന് വെച്ചാൽ വീണോളൂ. അല്ല, ഈ പുറം പകിട്ട് മുഴുവൻ കാണിച്ചു തരുന്ന ഉൾത്തടമുണ്ടല്ലോ, ആ ഉൾത്തടത്തിൽ ഇതിനെ എത്രയോ മടങ്ങ് അതിശയിക്കുന്ന ആ ഉൾവിലാസം, സാന്നിധ്യമുണ്ട്. അതിൻ്റെ വൈഭവത്താലാണ് ഈ സമുദ്രം കാണപ്പെടുന്നത്, ആകാശം കാണപ്പെടുന്നത്, കോടാനുകോടി നക്ഷത്രങ്ങൾ കാണപ്പെടുന്നത്. എല്ലാം തന്നെ കണ്ട് അതിൻ്റെ നിറം, ആകൃതി, സ്വരൂപം ഇതെല്ലാം കുറിച്ചെടുക്കുന്നത് നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉൾമേഖല എത്രയോ 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 മേലെയാണ്. അതിൻ്റെ മികവ് വർണ്ണിക്കാൻ പറ്റില്ല. എടോ മനുഷ്യ, ബുദ്ധിയുള്ള താൻ ഈ പുറമേയുള്ള നശ്വര വസ്തുക്കളിൽ തലയടിച്ച് ചാവാനാണോ പോണത്? അതോ ഈ ഉള്ളു കണ്ട് മനസ്സിലാക്കി അത് മതി എന്ന് പറയാൻ പോകണമെന്നൊരു ചോദ്യമാണ് മനുഷ്യൻ്റെ മുന്നിൽ. ആ ചോദ്യം നിങ്ങൾ എപ്പോഴാണ് ആൻസർ ചെയ്യാൻ പോണത്, ഉത്തരം പറയാൻ പോണതെന്നുള്ളത് ആ ചോദ്യം. ചേതഃ ഖൽവസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. ഇത് വാസ്തവത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്ന സ്വാമിജി
അങ്ങനെയാണോ? ഞാനത് അറിഞ്ഞില്ലല്ലോ. ഈ കാണുന്നത് മുഴുവൻ പുറത്തല്ല അല്ലേ? നമ്മുടെ മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആ മനസ്സാണ് ഈ കണ്ണിനെയും കാതിനെയും എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം മനസ്സിനെ എങ്ങനെ നമ്മൾ കാണണം? ശരീരത്തിൻ്റെ ഉള്ളിലാണ് മനസ്സ്. അതെല്ലാവരും സമ്മതിക്കും. ആ മനസ്സാണ് കണ്ണിനെ കൊണ്ട് കാണിക്കുന്നതും ചെവിയെ കൊണ്ട് കേൾപ്പിക്കുന്നതുമെല്ലാം. അപ്പോൾ ഈ ദർശനം ശ്രവണമൊക്കെ നടക്കുന്നത് ഉള്ളിലല്ലേ? അതെ. അപ്പോൾ ഉള്ളല്ലാതെ വല്ലതും ഉണ്ടോ? ഇല്ല. ആ ഉള്ളിലുള്ള തോന്നലല്ലേ ഉള്ള് വെളി എന്നുള്ള വ്യത്യാസം. എന്താ മിണ്ടാതെ? സർവ്വതും ഉള്ളിലാണപ്പാ, പുറന്നൊന്നില്ല. അപ്പോൾ ഇവിടെ പറയാണ് ചേതഖൽവസ്യ ബന്ധായ മുക്തയേ ച ആത്മനോമതം. ഈ ഉള്ളിലുള്ള മനസ്സുണ്ടല്ലോ, അതാണ് ഈ ബന്ധനം വരിക്കുന്നത്. അതേ മനസ്സ് മതി നമുക്ക് മോചനം കിട്ടാനും. ആ മനസ്സിനോട് പറയൂ എനിക്ക് മോചനം കിട്ടണമെന്ന്. അപ്പോൾ തന്നെത്താൻ ഇത് നിങ്ങളെ മോചിപ്പിക്കും. എനിക്ക് ബന്ധനമാണ് ആവശ്യമെന്ന് പറഞ്ഞാലോ ബന്ധനം കൊണ്ടുവരും. ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഒരു ചെറിയ വ്യത്യാസം. ഗുണേഷു സക്തം ബന്ധായ, പ്രകൃതിയുടെ സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളുണ്ട്. ആ 3 ഗുണങ്ങളുടെ വിക്രിയകളാണ് ഇവിടെ കാണുന്നത് മുഴുവനും. ഗുണേഷു സക്തം ബന്ധായ, ആ ഗുണങ്ങളുടെ സൃഷ്ടിവിശേഷങ്ങളിൽ നമ്മുടെ മനസ്സ് ശക്തമായി അതിന് സംഘം പുലർത്തി എന്നുണ്ടെങ്കിൽ ബന്ധായി. രഥം വാ പുംസി മുക്തയെ, നേരെ മറിച്ച് ഈ ഗുണവിശേഷങ്ങൾ മുഴുവനും ഉണ്ടാക്കി തീർത്ത ആ ഹേതു, വിശേഷപ്പെട്ട ഹേതു ഉള്ളിലുണ്ടല്ലോ, അതിലാണ് എനിക്ക് താത്പര്യം എന്ന് പറഞ്ഞ് ആ താത്പര്യത്തിനെ ബാഹ്യമേഖലയിൽ നിന്ന് ആന്തരമേഖലയിലേക്ക് ആ സ്വിച്ചിങ്ങോട്ട് തന്നുമാരി ഒന്നിങ്ങോട്ട് മാറ്റിയാൽ രഥം വാ പുംസി മുക്തയേ. ഈശ്വരനിൽ രഥമായി താത്പര്യം വന്നു, സ്നേഹം വന്നു, ആശ്രയം വന്നു. ഭഗവാനാണ് നമുക്ക് ആവശ്യം, അന്തരാത്മാവാണ് നമുക്ക് ആവശ്യം. ശരീരമടക്കം എല്ലാം നശ്വരമാണ്. ആ നശ്വര വസ്തുക്കൾ കിട്ടിയിട്ട് കാര്യമില്ല. അത് കുട്ടിയായാലും വീടായാലും മരുമകനായാലും മരുമകളായാലും പുത്രൻ പുത്രിമാരായാലും എല്ലാം തന്നെ കണക്ക് ശരി തന്നെ. അങ്ങനെ ഒന്നുകൊണ്ട് കാര്യമില്ല. പക്ഷെ അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ആയിക്കോട്ടെ, അതിന് വിരോധമില്ല. പക്ഷെ അതിൽ മനസ്സ് മാത്രം സംഘം കൊള്ളരുത്. നമ്മുടെ മനസ്സ് മുഴുവൻ ഈശ്വരൻ്റെ പ്രസാദത്താലാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്നൊരു തോന്നൽ നമുക്ക് വേണം. അങ്ങനെ ഈശ്വരനിൽ രതി, താത്പര്യം, സുഖം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് മുക്തിയായി. അപ്പോൾ ഈ മുക്തിക്ക് എന്താ വേണ്ടത്? മനസ്സിനെ ഒന്ന് തിരിക്കുക. പുറം എന്നുള്ള താത്പര്യം വിട്ട് അകമാകട്ടെ നമ്മുടെ താത്പര്യം. എന്നിട്ട് നിങ്ങൾ കുടുംബത്തിലിരുന്നോളൂ, കുട്ടികളെയും കൊണ്ട് നടന്നോളൂ, ഉദ്യോഗം ഭരിച്ചോളൂ, വീട് കെട്ടിക്കോളൂ, ഒരു വിരോധമില്ല. പക്ഷേ നിങ്ങളുടെ താത്പര്യം ഈശ്വരനിലായിരിക്കണം എന്നാണ്. ആ ഈശ്വരൻ്റെ പ്രസാദമുണ്ടായാൽ ഇവിടെ സാധിക്കാത്തത് എന്താ? ഒന്നും ഉണ്ടാവില്ല. അഹം മമാഭിമാനോത്ഥൈ കാമലോഭാദിഭിർമലൈ വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. ഓ, എന്താ ഞാൻ പറയുക കൂട്ടരെ, ഇങ്ങനെയുണ്ടോ ഒരു ശാസ്ത്രം? നിങ്ങൾ ആരെങ്കിലും ഒന്നത് വായിക്കോ? അഹം മമാഭിമാനോത്ഥൈ കാമലോഭാദിഭിർമലൈ. ഞാൻ എന്നൊരു വിചാരം, എൻ്റെ എന്നൊരു വിചാരം. ഉദ്ധവൻ പറഞ്ഞല്ലോ, നിങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിച്ചില്ലേ, സോഹം മമാഹമിതി മൂഢമതിർവിഗാഢാന്ന്. അങ്ങനെ ഞാൻ എൻ്റെ എന്നുള്ള അഭിമാനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് കാമലോഭാദിഭിർമലൈ. കാമം എന്ന് വെച്ചാൽ ആഗ്രഹം, ആശ. ലോഭം എന്ന് വെച്ചാലോ അത്യാർത്തി. അങ്ങനെയുള്ള മാലിന്യങ്ങൾ, അഴുക്കുകൾ, കറകൾ, കുറകൾ, അതെല്ലാം ഞാൻ എൻ്റെ എന്നുള്ള 2 തോന്നലിൽ നിന്ന് പുറപ്പെടുന്നതാണ്. വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. ഇത് രണ്ടിനെയും മനസ്സങ്ങോട്ട് താണ്ടിക്കടന്നു എന്നിരിക്കട്ടെ, അതിൻ്റെ മുകളിലേക്ക് പോയി അതിനെ കവച്ചു വച്ചു എന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമായി. അദുഃഖം അസുഖം സമം. ഈ ലോകം മുഴുവനും ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണ്.
ദ്വന്ദ്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പര വിരോധമായിട്ടുള്ള കാര്യങ്ങൾ. അതെന്തായാലും കൊള്ളാം. നല്ലത്, ചീത്ത, പാപം, പുണ്യം, സുഖം, ദുഃഖം, സ്വർഗം, നരകം, പുരുഷൻ, സ്ത്രീ, ലാഭം, നഷ്ടം, ഉയർച്ച, താഴ്ച, ശോഭനം, അശോഭനം, ഇഹം, പരം, ദേഹം, ആത്മ, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ദ്വന്ദ്വങ്ങളിൽപ്പെട്ടതാണ്. ആ ദ്വന്ദ്വങ്ങളിൽപ്പെട്ട് ആ ദ്വന്ദ്വങ്ങളെല്ലാം കൂടി നമുക്ക് ഉണ്ടാക്കി തരുന്നത് രണ്ട് അനുഭവമാണ്. ദുഃഖം, സുഖം എന്ന് പറയുന്ന രണ്ടനുഭവം. ഈ രണ്ടെണ്ണം വാസ്തവത്തിൽ വേറെ വേറെ ആണോ ചോദിച്ചാൽ അല്ല, ഒന്ന് തന്നെയാണ്. സുഖമില്ലാതെ ആയാൽ ദുഃഖമായി, ദുഃഖമില്ലാതെ ആയാൽ സുഖമായി. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ പറയൂ ദുഃഖത്തിൻ്റെ അഭാവമാണ് സുഖം. ദുഃഖം കുറേശ്ശായിട്ട് വന്ന് ഇൻ ഡിഗ്രീസ് കുറേശ്ശായിട്ട് വളർന്ന് അധികമാവുന്നു, കുറഞ്ഞ് ഇല്ലാതെയാവുന്നു. അപ്പം ദുഃഖത്തിൻ്റെ തന്നെ ഇല്ലായ്മയാണ് സുഖം. അതിൻ്റെ തന്നെ വർദ്ധിത രൂപമാണ് കൊടിയ ദുഃഖം. അതല്ലെങ്കിൽ മറിച്ച് സുഖം തന്നെ ഇല്ലാതെയായാൽ ദുഃഖമായി. ആ സുഖം കൂടി വന്നാലോ അങ്ങേയറ്റത്തെ സുഖമായി. ദുഃഖം എന്ന് പറയുന്നത് എന്താ? സുഖം വരുത്തി തീർക്കുന്നതാണ് ദുഃഖം. സുഖം വരാനായിട്ട് ദുഃഖമുണ്ടാവണം. ഇനി സുഖം വന്നു പോയാലോ പിന്നെയും ദുഃഖമുണ്ടാവണം. അപ്പോൾ ദുഃഖമാണ് സുഖത്തെ ആനയിക്കുന്നത്. അതേ ദുഃഖമാണ് സുഖത്തിനെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ കൊല്ലാൻ വിധിച്ചിട്ടുള്ള ഒരാൾക്ക് നല്ല ഒരു സദ്യ വിളമ്പി കൊടുത്താൽ അയാൾ എങ്ങനെ ഊണ് കഴിക്കും? ഊണ് കഴിക്കാൻ പറ്റുമോ? എന്താ മിണ്ടാത്തേ? നോക്കണോ അതിന്? അതുപോലെ ഈ സുഖം അനുഭവിക്കുമ്പോൾ ഇത് ദുഃഖം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ ദുഃഖം വരാൻ പോവാ. അപ്പോൾ രണ്ട് ദുഃഖത്തിൻ്റെ ഇടയിലാണ് ഒരു സുഖം. അങ്ങനെയൊരു സുഖം കൊള്ളാവുന്നതാണോ? നോക്കൂ, മിണ്ടാണ്ടിരിക്കണം. നോക്കൂ, ഒന്നും മനസ്സിൽ വിലയിരുത്തുവപ്പാ. അപ്പം പിന്നെ എന്താ കൊള്ളാവുന്നത് എന്ന് ചോദിച്ചാൽ കൊള്ളാവുന്നത് ഒന്നേ ഉള്ളൂ. എന്ത്? ഈ സുഖം എന്ന് പറഞ്ഞ് നാം നടക്കുന്നത് ദുഃഖത്താൽ മാത്രം വരുന്നതും ദുഃഖത്തിലേക്ക് നയിക്കുന്നതുമാണ്. അപ്പോൾ വാസ്തവത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് ദുഃഖമാണ്. അങ്ങനെ എനിക്ക് സുഖം വേണ്ട, ദുഃഖവും വേണ്ട, സുഖത്തിനോട് പ്രീതിയുമില്ല, ദുഃഖത്തിനോട് അപ്രീതിയുമില്ല എന്നുള്ളൊരു നില എത്തിച്ചേർന്നാലോ അദുഃഖം അസുഖം സമം, മനസ്സിന് വിശേഷപ്പെട്ട ഒരു സമത്വം, ഒരു സമഭാവം വരികയും ആ സമഭാവം വന്നാൽ പിന്നെ ഒന്നും നമുക്ക് കിട്ടാനില്ല. വസിഷ്ഠദേവൻ ശ്രീരാമനോട് പറയാണ്, സമതയാ മതയാ ഗുണശാലിനാം പുരുഷരാടിഹയ സമലംകൃത തമമലം പ്രണമന്തി നരോത്തമാ അഭിമഹാമുനയോ രഘുനന്ദന. അല്ലേ രഘുനന്ദന, സമത്വം സമത എന്ന് പറയുന്ന ഗുണവിശേഷത്താൽ ആരുടെ ബുദ്ധിയാണോ അലങ്കരിക്കപ്പെട്ടിട്ടുള്ളത് ആ ആളെ അന്വേഷിച്ച് ലോകത്തിലുള്ള എല്ലാവരും ചെല്ലുന്നു. തമമലം പ്രണമന്തി നരോത്തമ, ഉത്തമ നരന്മാർ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് നമസ്കരിക്കുന്നു. അഭിമഹാമുനയോ രഘുനന്ദന, മഹാമുനികളും അതുപോലെ തന്നെ അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് പോകുന്നു. പരീക്ഷിത്ത് പ്രായോപദേശം എടുത്തു എന്ന് കേട്ടപ്പോൾ എത്ര മഹർഷിമാരാണ് അവിടെ പോയത്, വസിഷ്ഠരടക്കം. എത്ര തപസ്വികളാണ് അവിടെ ചെന്ന് ചേർന്നത്, എത്ര പണ്ഡിതന്മാരും ജ്ഞാനികളുമാണ് അവിടെ പോയത്. അത്ര വലിയൊരു കാര്യമാണ് പരീക്ഷിത്ത് ചെയ്തത്. മരണത്തെ 6.5 ദിവസം കൊണ്ട് കീഴടക്കി ആ തക്ഷകൻ്റെ കടിക്ക് കാശിന് പ്രയോജനമില്ലാതെയാക്കി തീർത്തു പരീക്ഷിത്ത്. ഇങ്ങനെയൊരു നേട്ടമോ ഇങ്ങനെയൊരു സാധ്യതയോ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ് ബുദ്ധി എന്ന് പറയുന്ന 2 അവയവങ്ങളുണ്ടല്ലോ, 2 ഘടകങ്ങൾ. ആ ഘടകങ്ങൾക്ക് ഇത്രയേറെ പ്രാബല്യമുണ്ടോ എന്ന് വളരെ അതിശയം തോന്നി. നിങ്ങളെങ്ങനെയാണ് സുഖത്തിൽ സന്തോഷിക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദുഃഖമാണ് സുഖം ആനയിക്കുന്നത്, ദുഃഖത്തിലേക്കാണ് നമ്മളെ തള്ളിവിടുന്നത്. അങ്ങനെ ദുഃഖം പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നതും ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നതുമായ ഒരു സുഖത്തിൽ സുഖമാണോ പ്രകടം അതോ ദുഃഖമോ? എടോ, ദുഃഖമാണ് അതിനെ കൊണ്ടുവരുന്നത്. അതിനെ പറഞ്ഞയച്ചിട്ട് പിന്നെ വരാൻ പോണതും ദുഃഖമാണ്. അപ്പം മുമ്പിലും പിൻപിലും ദുഃഖമല്ലേ? അതിൽ നിങ്ങൾക്ക് രസമുണ്ടെന്നോ?
ഇതിലും മരമണ്ടത്തുണ്ടോ? ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ സുഖത്തിന് ശക്തിയില്ലാതാവും, ദുഃഖത്തിനും ശക്തിയില്ലാതെയാവും. പിന്നെ എന്താ സംഭവിക്കുക? ഈ സുഖദുഃഖങ്ങളെ മാറി മാറി ജനിപ്പിക്കുന്ന ഒരു അധിഷ്ഠാനമുണ്ടവിടെ. ആ അധിഷ്ഠാനമാണ് മനസ്സത്ത. അതാണ് അന്തരാത്മ എന്ന് പറയുന്ന സാന്നിധ്യം. ആ സാന്നിധ്യം രണ്ടിലും ഒരുപോലെ പ്രകാശിക്കും. സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സുഖമില്ല, ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഃഖമില്ല. പിന്നെ എന്താ ഉള്ളത്? രണ്ടിനെയും പ്രകടമാക്കി തരുന്ന ദ്വന്ദ്വാതീതമായിരിക്കുന്ന ഒരു സാന്നിധ്യവിശേഷമാണ് എനിക്ക് എന്ന് പറയാറാവും. ഇതാവും അപ്പം നിങ്ങൾക്കാവും. പിശാചിനൊന്നുമല്ല അത് കിട്ടുക, മനുഷ്യനാണ്. ശ്രീരാമൻ എങ്ങനെ കിട്ടി? അർജുനൻ എങ്ങനെ കിട്ടി? ജനക മഹാരാജാവിന് എങ്ങനെ കരസ്ഥമായി? എല്ലാവർക്കും ഇപ്പം എങ്ങനെയാ ദേവഹൂതിക്ക് കിട്ടുന്നത്? അദുഃഖം അസുഖം സമം. നല്ലൊരു ശ്ലോകമുണ്ട്, ഞാനത് ചൊല്ലാം, കേട്ടോളൂ. ഞാൻ ഈ ശ്ലോകം വളരെ രസമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെ ചൊല്ലേണ്ടി വരാറില്ല. നാസ്ഥാധർമ്മേന വസുനിചയേ നൈവ കാമോപഭോഗേ യദ്ഭവ്യം തദ്ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഹേതത്പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേപി ത്വത്പാദാംഭോരുഹയുഗഗതാ നിശ്ചലാ ഭക്തിരസ്തു. നാസ്ഥാധർമ്മേന വസുനിചയേ നൈവ കാമോപഭോഗേ യദ്ഭവ്യം തദ്ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഹേതത്പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേപി ത്വത്പാദാംഭോരുഹയുഗഗതാ നിശ്ചലാ ഭക്തിരസ്തു. ഈ ശ്ലോകം ഒന്ന് പഠിച്ച് ആ പദങ്ങളിൽ നല്ല ഒരു പ്രാവീണ്യം വളർത്തി അത് ഊന്നിപ്പറയുന്ന സത്യത്തെ ഒന്ന് നല്ലപോലെ ഗ്രഹിച്ച് ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ എന്നോട് പറയൂ. ഒന്ന് ടെലിഫോൺ ചെയ്യോ? എന്താ മിണ്ടാത്തെ? നാസ്ഥാധർമ്മേ നവസുനിചയേ നൈവ കാമോപഭോഗേ യദ്ഭവ്യം തദ്ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഹേതത്പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേപി ത്വത്പാദാംഭോരുഹ യുഗഗതാ നിശ്ചലാ ഭക്തിരസ്തു. നോക്കൂ ഇതിൻ്റെ ആശയം ഒന്ന് ഉൾക്കൊള്ളാൻ നോക്കുവപ്പാ. ഞാൻ ആരെയാ ഇതിന് പ്രതീക്ഷിക്കുക? നിങ്ങളെല്ലാണ്ട് നാസ്ഥാധർമ്മേ ഈശ്വരനോട് പറയുന്ന ഒരു വാക്കാണ്. അവിടെ ഈശ്വരനില്ലെങ്കിലും വിരോധമില്ല, നിങ്ങൾ സ്വയം തുറന്നു പറഞ്ഞാൽ മതി. ഈശ്വരനൊന്നും വേണ്ട അതിന്. എനിക്ക് ധർമ്മത്തിൽ ആസ്ഥയില്ല. ന വസുനിചയേ ഭൂമി ശേഖരിക്കണം എന്നും എനിക്കില്ല. നൈവ കാമോപഭോഗേ കാമഭോഗങ്ങളും സുഖങ്ങളും വേണം എന്നെനിക്കില്ല. എന്താ കാരണം? യദ്ഭവ്യം തദ്ഭവതു ഭഗവൻ യദ്ഭവ്യം തദ്ഭവതു ഭഗവൻ എന്തു വരാൻ പോണോ അത് വന്നോട്ടെ. പൂർവകർമാനുരൂപം. എല്ലാവരും പറയുന്നുണ്ടല്ലോ, നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്, പൂർവകർമ്മങ്ങളിൽ നാം ചെയ്തിട്ടുള്ളതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുൻപ് അതിൻ്റെ പൂർവ്വചരിത്രം ഉണ്ടായിക്കഴിഞ്ഞല്ലോ. ആ ചരിത്രത്തിനനുസരിച്ചാണ് ഇവിടെ എല്ലാം വരാൻ പോണത് എന്നുണ്ടെങ്കിൽ അത് വന്നോളില്ലേ? എന്താ മിണ്ടാത്തെ? അപ്പം പിന്നെ അതിനെപ്പറ്റി ആലോചിക്കണോ? ആലോചിക്കുന്നവൻ വിഡ്ഢിയോ വിദ്വാനോ? ഉറപ്പിച്ച് പറയൂപ്പാ. അങ്ങനെ വിചാരിച്ച് ഉറപ്പിക്കൂ. യദ്ഭവ്യം തദ്ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം.
അങ്ങനെയാണെങ്കിലും എനിക്ക് ഒരു കാര്യം വളരെയധികം പ്രാർത്ഥനയുണ്ട് എനിക്ക്. ഹേതത് പ്രാർത്ഥ്യം, അങ്ങേ അറ്റത്തെ പ്രാർത്ഥ്യമാണ് എനിക്ക്. മമ ബഹുമതം, വളരെ വിലപിടിച്ചതും ഞാൻ ആദരിക്കുന്നതുമായ ഒരു പ്രാർത്ഥനയുണ്ട്. ജന്മജന്മാന്തരേവി. ചിലർ പറയുന്നു മരിച്ചുപോയ ഒരു ജന്മമുണ്ടെന്ന്. നമുക്കറിയില്ല. ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് ആര് പറയാനാ? മരിച്ച ഒരാൾ വന്നിട്ട് ഞാൻ മരിച്ചു ഇന്നയിടത്താണെന്ന് പറയാറില്ല. ജനനവും നമുക്കറിയില്ല. അമ്മ പറയണതാ നീ എൻ്റെ കുട്ടിയാണ്, ഇത് നിൻ്റെ അച്ഛനാണെന്ന്. നമുക്കറിയില്ല. അപ്പം ജനന മരണങ്ങൾ രണ്ടും നമ്മുടെ അനുഭവത്തിൽപ്പെട്ടതല്ല. ജീവിതം മാത്രമേ നമ്മുടെ അനുഭവത്തിലുള്ളൂ. അങ്ങനെയാണെങ്കിലും അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിലും കൂടി ആയിക്കോട്ടെ, ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ച് കളയാമെന്ന്. ജന്മജന്മാന്തരേപി ത്വത് പാദാംഭോരുഹയുഗഗത. അങ്ങയുടെ പാദകമലങ്ങളുണ്ടല്ലോ, ആ പാദകമലങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നിശ്ചലാ ഭക്തിരസ്തു, ഇളക്കമില്ലാത്ത ഭക്തി മാത്രമേ എനിക്ക് വേണ്ടൂ. എൻ്റെ കർമ്മഫലം എന്തോ ആകട്ടെ, എങ്ങനെ വേണമെങ്കിൽ വന്നോട്ടെ, വരാതിരുന്നോട്ടെ. നോക്കൂ ആ മനസ്സിൻ്റെ വളർച്ച. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പറയണത്? ഈ മനസ്സിനെ എങ്ങനെ വേണമെങ്കിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാമപ്പാ എന്നൊക്കെ ഈ ശ്ലോകം 1000 തവണ പറയൂ. എന്നിട്ട് എന്തുണ്ടാവണമെന്ന് നോക്കൂ. ഇത് പറയാന്ന് പറയുമ്പോൾ നാവിനല്ല ഇതിൻ്റെ ഗുണം, ചെവിക്കല്ല ഇതിൻ്റെ ഗുണം. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്ഥലത്തിൽ അതിനനുസരിച്ച ഒരു ഭാവ പരിവർത്തനമുണ്ടാവും. നാസ്ഥാധർമ്മേ ന വസുനിജയേ നൈവ കാമോ ഭഭോഗേ യദ്ഭവ്യം തദ്ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. ഹേതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേപി ത്വത്പാദാംഭോരുഹയുഗഗത നിശ്ചലാ ഭക്തിരസ്തു. ഒരു ക്ഷേത്രത്തിലേക്കും പോണ്ട, അവിടെ ഒരു ഇമിറ്റേഷനും നിങ്ങൾ നടത്തണ്ട. അവൻ്റെ വീട്ടിലെ ഒതുങ്ങിയ ഒരു മുറിയിലിരുന്ന് ഈ ശ്ലോകം അങ്ങോട്ട് ചൊല്ലൂ. എനിക്ക് ധർമ്മം ശേഖരിക്കണം എന്നുള്ള വിചാരമില്ലേ? കാരണം എന്താ? ഈ ധർമ്മം മൂല്യം എന്നൊക്കെ പറയുന്നത് പണം സമ്പാദിക്കാനും ചെലവ് ചെയ്യാനും ഒക്കെ ഉള്ളപ്പോഴാണ്. അതെനിക്കില്ല, വേണ്ട. എന്നാൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കും? പൂർവ്വജന്മത്തിന് വിധേയമായിട്ടാണ് ഈ ജന്മം എന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങനെ നടന്നോളില്ലേ. ഞാൻ എന്തിനാ ഈ വഞ്ചിയുടെ ഉള്ളിൽ കിടന്ന് ഓടണത്? വേഗത്താൻ വഞ്ചിയല്ലേ കൊണ്ടുപോകണത്. അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടിയാൽ വേഗത്തോ? പിന്നെ എന്തിനാ ഈ ഓട്ടം? കിണറ്റിൻ്റെ ഉള്ളിൽ കല്ലിട്ട മാതിരി അങ്ങോട്ട് ഇരിക്കും. എന്നാലും എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്താ അത്? ഹേതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേപി ത്വത്പാദാംഭോരുഹയുഗഗത നിശ്ചലാ ഭക്തിരസ്തു. നീട്ടി വലിച്ചു പറയണം. നിശ്ചലാ ഭക്തിരസ്തു. ഹേതത് പ്രാർത്ഥ്യം ഹേതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേവി ത്വത്പാദാംഭോരുഹയുഗഗത നിശ്ചലാ ഭക്തിരസ്തു. എത്ര നല്ല ശ്ലോക! ഭഗവാന് പീലിയുണ്ട്, മൂക്കുണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വർണ്ണിക്കാൻ നിങ്ങൾ പുറപ്പെടും. ചെയ്തോളൂ, അതെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, വിരോധമില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സ് മാറണമെങ്കിൽ മനസ്സിനെ അഭിസംബോധന ചെയ്യണം ഭക്തി കൊണ്ട്. മനസ്സിൽ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടണേ എന്നുള്ളത് നിങ്ങൾ പറയണം. അത് ആവശ്യപ്പെട്ട ഈശ്വരന് സന്തോഷം കൂടുതലാണ്. നമ്മുടെ വസുദേവൻ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെനിക്കൊരു കുട്ടിയാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പൊല്ലാപ്പ്, കുട്ടിയായി ഉടനെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. പിന്നെ കണ്ടിട്ടില്ല. ഇങ്ങനെയുണ്ടോ വിഡ്ഢികൾ? ഭഗവാനെ ഒരു കുട്ടിയായിട്ട് കിട്ടണത് എന്തിനാത്? ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആയിട്ടിരിക്കാനുള്ള പ്രാപ്തി, ഭഗവാനാകുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും ആവാനുള്ള പ്രാപ്തി എത്രത്തോളാ? ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളിലൊന്നും ചെന്നുപെടാതെ കപിലൻ അമ്മയെ ഉപദേശിക്കുന്നതാണ് ഈ വാതിരി വാർക്കങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വിശേഷപ്പെട്ടതാണെന്ന്.
അമ്മയ്ക്ക് ജനിച്ച ഒരു കുട്ടി അമ്മയുടെ മുഖം നോക്കി ആത്മതത്വോപദേശം നൽകുന്നു എന്ന് പറയുന്ന ഒരു സംസ്കാര വിശേഷം. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു ധർമാനുഷ്ഠാനമാണ്. തത്വമൂല്യ സിദ്ധാന്ത നിർഭരമായിരിക്കുന്ന ഒരു ജീവിത രീതി മാത്രമാണത്. അതെപ്പോഴും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കരുത്. ഭഗവാൻ പോലും നമ്മുടെ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് അർത്ഥം പറയാനുള്ളത് നമ്മളാണ് ഭഗവാനെ ചിത്രീകരിക്കേണ്ടത്. അതാണ് ഈ ഭഗവത് കഥകൾ മുഴുവൻ എഴുതിയത് നമ്മുടെ ക്രാന്തദർശികളാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് മാത്രമേ ഇത് എഴുതാൻ സാധിക്കുള്ളൂ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ശരി.